ഇന്ന് മുന്നിൽ കാണുന്ന ഒരു മല അത് ഇടിഞ്ഞു വീണാൽ എന്ത് പറ്റും? ഇന്ന് ഞാൻ താമസിക്കുന്ന ഈ വീട് അത് ഇടിഞ്ഞു വീണാൽ എന്ത് പറ്റും? അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് എന്നെ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ മോശമായിട്ട് പെരുമാറിയാൽ ഞാൻ എന്ത് ചെയ്യും? ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹൗ ടു സ്റ്റോപ്പ് ഓവർ തിങ്കിങ് എന്നുള്ളതാണ്. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണല്ലേ, ഓവർ തിങ്കിങ്. നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇമാജിനറി സിനാരിയോസ് കെട്ടിപ്പൊക്കി അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതിലാദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സിലേക്ക് ഒരു ഓവർ തിങ്കിങ് വരുമ്പോൾ തന്നെ ഇത് എൻ്റെ ഓവർ തിങ്കിങ് ആണോ എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. വാട്ട് ഇഫ് ഇങ്ങനെ സംഭവിച്ചാലോ എന്ന് വിചാരിക്കുന്നത്. മേ ബി നമ്മുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള ചില ട്രോമാസ് അല്ലെങ്കിൽ ചില എക്സ്പീരിയൻസസ് ആണ് നമ്മളെ കൊണ്ട് ഓവർ തിങ്കിങ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഡിസിഷൻ നമുക്ക് മുന്നേ സംഭവിച്ചതുപോലെ സംഭവിച്ചാലോ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യം തന്നെ ഈ ഓവർ തിങ്കിങ് എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ എന്നുള്ളത് നിങ്ങൾ ശരിക്കും ചിന്തിക്കുക. അതായത് അതൊരു ഗ്രേഡ് കഴിഞ്ഞ് പോയാൽ നമ്മൾ തെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഈ ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങളുടെ ഒരു വെരി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാവുന്ന ഒരു കാര്യമാണ്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ സംഭവിച്ചാലോ എന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇത്രയും സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് വളരെ നന്നായി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം നന്നായി പഠിച്ച് അതിനെക്കുറിച്ച് ചെയ്യുമ്പം നമുക്ക് ഈ ഓവർ തിങ്കിങ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാതിരിക്കുക. നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ഡിസിഷൻ ആയിക്കോട്ടെ, നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു കാര്യങ്ങൾ എന്ത് കാര്യമായിക്കോട്ടെ, അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടൊന്ന് ചിന്തിക്കുക എന്നല്ലാതെ അതിനെക്കുറിച്ച് ദിവസങ്ങളോളം ഇങ്ങനെ ചിന്തിക്കുന്നതാണ് ഓവർ തിങ്കിങ് ഉണ്ടാവാനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ. സോ നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പം, നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പോകുകയാണ് എന്ന് മനസ്സിനെ പറയുമ്പം ഒരു ടൈം ലിമിറ്റ് വയ്ക്കുക. ഇന്ന് നൈറ്റ് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചതിന് ശേഷം നാളെ നമുക്കൊരു ഡിസിഷൻ എടുക്കാം. അല്ലാതെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എത്രയോ കാലങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഓവർ തിങ്കിങ് കൂട്ടാൻ വേണ്ടി ഇതാക്കുന്നൊരു കാര്യമാണ്. സോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, കഴിയുന്നതും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ഇൻവോൾവ് ആയിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. അതിനർത്ഥം നമ്മുടെ ലൈഫിൽ ഒരു തോട്ട്സും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ബിസി ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് ഈ ഓവർ തിങ്കേഴ്സ് അങ്ങനെയാണല്ലേ, അവർക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു കാര്യവും ഇല്ലാണ്ട് ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഇന്ന് മുന്നിൽ കാണുന്ന ഒരു മല അത് ഇടിഞ്ഞു വീണാൽ എന്ത് പറ്റും? ഇന്ന് ഞാൻ താമസിക്കുന്ന ഈ വീട് അത് ഇടിഞ്ഞു വീണാൽ എന്ത് പറ്റും? അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് എന്നെ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ മോശമായിട്ട് പെരുമാറിയാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പാരൻസിന് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. സോ കഴിയുന്നതും ഇങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് എപ്പോഴും ഈ ഓവർ തിങ്കിങ് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദ ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഒരുപാട് മൈൻഡ് പ്രാക്ടീസസ് ഉണ്ടല്ലേ. നല്ല പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക, നല്ല പോസിറ്റീവായിട്ടുള്ള ബുക്സ് വായിക്കുക. അതുപോലെ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രീത്തിങ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഈ സ്ക്വയർ ബ്രീത്തിങ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആങ്സൈറ്റിയും ഓവർ തിങ്കിങ് കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്ക്വയർ പ്രാക്ടീസിനെ കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോസ് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ബ്രീത്തിങ് പ്രാക്ടീസസ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന് റിസൾട്ട് ഉണ്ടോ എങ്ങനെയാണ് എന്നൊക്കെ കമൻ്റായിട്ട് പറയാം. സോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.